മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. ഈ അരമണിക്കൂർ ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി മധുരം പകർന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മോടൊപ്പം മധുരമൊഴി വന്നു ചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടനാണ്. ജോർജേട്ടൻ്റെ സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള കുടുംബം പ്രിയപ്പെട്ട ചെറിയാൻ ഡോക്ടറും മഞ്ചേച്ചിയുമാണ്. ഇവർ നിങ്ങൾ പല എപ്പിസോഡിൽ കണ്ടിട്ടുള്ളതായിരിക്കും. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും മധുരമൊഴിയുടെ 2ാമത്തെ എപ്പിസോഡ്. ഇവർ ആദ്യമായിട്ട് മധുരമൊഴിക്ക് പങ്കെടുക്കാൻ ഗസ്റ്റായിട്ട് ഫാമിലിയായിട്ട് വന്ന സമയം. അന്ന് ഇവരുടെ കൂടെ ഒരു കുഞ്ഞുങ്ങളുണ്ട്, ജോർജ് കൂടെ ഉണ്ട്. ജോർജിന് അന്ന് ഏകദേശം ഒരു വയസ്സായില്ലായിരുന്നു. 2 മാസമായത്. 2 മാസം ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളായിരുന്നു. ഏകദേശം 1.5 വർഷം മുമ്പായിരുന്നു അത്. അന്ന് ഇവര് 4 മക്കൾക്ക് ശേഷം പ്രസവം നിർത്തി റീകാനലൈസേഷൻ ചെയ്തു. ആ കുഞ്ഞിനുമായി ഈ നമ്മുടെ ഈ ഫ്ലോറിൽ വന്നതാണ്. അതിനുശേഷം പല കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ഉറപ്പായിട്ട് ജനിച്ചു. ഇവരുടെ ഇൻസ്പിറേഷൻ മൂലം നമ്മൾ നേരിട്ട് വിളിച്ച് ഇവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ച് ഈ റീകാനലൈസേഷൻ നടത്താൻ വേണ്ടി തന്നെ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഈ ദിവസം നന്ദി കൂടി അർപ്പിച്ചുകൊള്ളുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ പഠിച്ച സമയത്ത് ഒരു സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾ കുറേ അച്ഛന്മാർക്കും ബ്രദേഴ്സിനൊക്കെ ക്ഷണം ഉണ്ടായിരുന്നു. ആ സർവ്വമത സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീനോട്ട് സ്പീക്കർ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം സാറായിരുന്നു. അന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന സമയമാണ്. അദ്ദേഹം ഒത്തിരി ലോവയിട്ട കൊച്ചന്മാരെയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ ഉടുപ്പകിട്ട് സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒത്തിരി സന്യാസിമാരും ഒത്തിരി ആൾക്കാർ മുസ്ലിങ്ങളൊക്കെ ഇരിക്കുന്നത് പുള്ളി അവിടെ വെച്ച് പറഞ്ഞു. ഭയങ്കര വികാരാധീനായിട്ട് പറയുന്ന പ്രസംഗത്തിലൂടെ പുള്ളി പറയുകയാണ്, നിങ്ങൾക്കറിയോ ഭാരതത്തിൻ്റെ ആദ്യത്തെ റോക്കറ്റ് പറന്നത് ഒരു പരിശുദ്ധ അൾത്താരയിൽ നിന്നായിരുന്നു. കത്തോലിക്ക സഭയുടെ പരിശുദ്ധ അൾത്താരയിൽ നിന്നായിരുന്നു. ഭാരതത്തിൻ്റെ ഭയങ്കര കൈയടിയായിരുന്നു. എല്ലാവരും സന്തോഷം കൊണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തുമ്പയിൽ നിന്നാണ് ആദ്യത്തെ ഭാരതത്തിന് സ്വന്തമായ റോക്കറ്റ് പറക്കുന്നത്. ISROയുടെ സ്ഥാപനം ഇന്ത്യയിൽ എവിടെ വെക്കണമെന്ന് ആലോചിച്ച് ചർച്ച വന്നപ്പോഴത്തേക്ക് ഏറ്റവും നല്ല സ്ഥലം കണ്ടുപിടിച്ച തുമ്പയായിരുന്നു. അപ്പോൾ അന്ന് ഇപ്പോൾ ISROയുടെ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലം തുമ്പയിലെ പഴയ തിരുവനന്തപുരത്തിന് ബിഷപ്പ് ഹൗസും വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ ഇടവപ്പള്ളിയൊക്കെ ആയിരുന്നു. ആദ്യം ജനങ്ങളൊക്കെ ഒന്ന് എതിർത്തെങ്കിലും പിന്നീട് ബിഷപ്പും വികാരിയച്ഛനൊക്കെ ചേർന്ന് സംസാരിച്ച് വളരെ സ്നേഹത്തോടെയാണ് കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് ആ തുമ്പ ഇടവകക്കാർ അവരുടെ സ്വന്തം ദേവാലയം വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ ദേവാലയവും ആ അനുബന്ധ സ്ഥലങ്ങളും ബിഷപ്പ് ഹൗസ് എല്ലാം ഒഴിഞ്ഞു കൊടുത്ത്. അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് APJ അബ്ദുൽ കലാം സാർ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്, ഞാൻ താമസിച്ചിരുന്ന മുറി ആ ബിഷപ്പ് ഹൗസിന് പ്രെയർ റൂമായിരുന്നു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസൈനിങ് ഒക്കെ മുറി അവിടുത്തെ ബിഷപ്പ് താമസിക്കുന്ന മുറിയായിരുന്നു. ഇത്രയും വിശുദ്ധമായ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടി പല മഹത്തായ കാര്യങ്ങൾ ചെയ്തതെന്ന് അദ്ദേഹം പിന്നീട് കുറിച്ച് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ മധുരമൊഴിയിലെ സംസാര വിഷയം ഇതൊക്കെ തന്നെയാണ്. നമുക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് പരിഗണനയൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാം, പ്രത്യേകിച്ച് മക്കളെ അതിനുവേണ്ടി എങ്ങനെ ഒരുക്കാം. തിരുസഭ വലിയൊരു മാതൃകയാണ് ഈ തുമ്പയിൽ നമ്മൾ കൈമാറ്റത്തോടെ കാണിച്ചു തന്നത്. അപ്പോൾ തിരുസഭയുടെ ഏറ്റവും ചെറിയ കൂട്ടായ്മയായി കുടുംബം, ആ കുടുംബത്തിൽ എങ്ങനെ മക്കൾക്ക് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനും അവരെ പരിഗണിക്കുവാനും ഉള്ള ചെറിയ ഫോർമേഷൻ എങ്ങനെ കൊടുക്കാം, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. സാർ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങൾ അതർ ഓറിയന്റഡ് ആയിട്ട് മറ്റുള്ളവരെ ചൂടിയൊക്കെ കരുണയോടെ കാണാനൊക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു? അപ്പം ഞങ്ങളുടെ കുടുംബമാണെങ്കിൽ 5 കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 പെൺമക്കളും അവസാനത്തെ ജോർജ് കുട്ടനും. അപ്പം ഈ 5 കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു മനോഹരമായ ഷെയറിങ്ങിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മൂത്തയാളുടെ സമയം തൊട്ട് അവിടെ ഷെയർ ചെയ്യേണ്ടി വരും താഴെയുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ താഴെയുള്ളവർക്ക് അതുപോലെ തന്നെ താഴോട്ടും അതേപോലെ തന്നെ 2 3-ന്റെ കാര്യം നോക്കണം, 3 4-ന്റെ കാര്യം നോക്കണം, 4 5-ന്റെ. പിന്നെ ഏറ്റവും ടോപ്പുള്ള ആൾ എല്ലാത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അമ്മയുടെ സ്ഥാനം ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ കൂടുതലും കണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് മെസ്സേജുകൾ വരികയാണ്, ഇവിടെ ഒരു ഷെയറിങ് വേണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഷെയറിങ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖവും കൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഇത് പുറത്ത് ഇറങ്ങി കഴിഞ്ഞാലും ഇത് തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണത വരും. പുറത്തോട്ട് അത് ഞങ്ങൾ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും കറിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മൂത്ത 1 2 ആൾക്കാർ വേഗം ഓടിച്ചെന്ന് ആ കുട്ടീനെ എടുത്ത്, കാരണം അവർ എക്സ്പേർട്സ് ആണ്. ഫാമിലീസിലൊക്കെ ഉള്ള ഇടവകയിൽ ഉള്ള നമ്മൾ കുഞ്ഞു പിള്ളേർ പോയി എടുക്കും.
അതിപ്പോൾ ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും പറ്റുമെങ്കിൽ എടുക്കും. ഞാൻ സങ്കടപ്പെട്ടൊക്കെ ചില ബസ്സിലൊക്കെ നോക്കി നിന്നിട്ടുണ്ടേ, ഈ ഗർഭിണികളായവരോ അല്ലെങ്കിൽ കുഞ്ഞു കൊച്ചിനെയൊക്കെ ആയിട്ട് വന്നിട്ട് ചെറുപ്പക്കാരായ പെൺപിള്ളേർ പോലും മൈൻഡ് പോലും ചെയ്യാതെ നിന്നിട്ട് ഞാൻ പല പ്രാവശ്യം മാറി കൊടുക്കും. നമുക്ക് സങ്കടം വന്നിട്ട് മാറി കൊടുക്കുന്നത് അവരെ പിടിച്ച് പുറകിലൊക്കെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പോയി എടുക്കുന്നത് ഭയങ്കര സന്തോഷം കണ്ടപ്പോഴത്തേക്ക്. അതെന്ന് വെച്ചാൽ ചോദിക്കത്തൊന്നുമില്ല, സ്വന്തം ഒരു കൊച്ചിനെ എടുത്തോണ്ട് പോകുന്ന പോലെ ആ അമ്മയുടെ കയ്യിൽ നിന്ന് കൊച്ചിനെ എടുത്ത് വാങ്ങിച്ചു കൊണ്ടുപോയി അവരുടെ സ്വന്തം കൊച്ചിനെ എടുത്തോണ്ട് പോകുന്ന പോലെ അത് അമ്മയ്ക്കും ഭയങ്കര റിലീഫായിട്ട് അങ്ങനെ പല അമ്മമാരൊക്കെ പള്ളി വരാതിരിക്കുന്ന ഈ മക്കളെയൊക്കെ ആര് നോക്കുന്നത് വിചാരിച്ചില്ല. 2-3 കുഞ്ഞുങ്ങളോടൊന്നും പള്ളി വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ചെറിയ പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഈ പിള്ളേർക്ക് സന്തോഷമാണ്, കരച്ചിലൊക്കെ അപ്പം നിർത്തും. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും മാറി മാറി ഈ കുട്ടികളെ മാറി മാറി പലരെ നോക്കും. സീനിയർ ആയിട്ടുള്ള ഒരാളിനെ കിട്ടിയാൽ മിക്കവർക്ക് തരപ്പടിക്കാരെ കിട്ടിയ സന്തോഷം. സന്തോഷം. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടൊരു ഇത്, നാലാമത്തെ നമ്മുടെ മോള് ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ്. പക്ഷെ ഒരു പ്രായമുള്ള ഒരാൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ വേഗം അയാൾ എഴുന്നേറ്റ് കൊടുക്കുക, ആൻറ്റി ഇരിക്കാൻ പറയും. അപ്പൊ അങ്ങനെ അത് നമ്മള് എങ്ങനെയോ ആ കുട്ടിക്ക് അത് കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നാവാം. അപ്പൊ ആ രീതിയിലുള്ള ഓരോ നല്ല സമൂഹത്തിൽ ഒരു നമുക്ക് എന്താ പറയണ്ട, എല്ലാവർക്കും ഒരു മാതൃക കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് നമ്മളത് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നതല്ല, നോക്കി പഠിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കാണുന്നൊരു പ്രവണത എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പം സാധാരണ ഞങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഒന്നെങ്കിൽ വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ ഇവരെയും കൂട്ടിക്കൊണ്ട് പോകും. ഒന്നും ഞങ്ങൾ പറയാറില്ല, ചെല്ലും, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, തിരിച്ചു വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനിപ്പം കാണുന്നൊരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വൃദ്ധസദനങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പം കുട്ടികൾ തന്നെ അവിടെ ചെന്ന് പ്രായമുള്ളവരുടെ നഖം മുറിച്ചു കൊടുക്കുക. അപ്പം തീരെ കാഴ്ചക്കാരല്ല, ശുശ്രൂഷകര, അത് നമ്മൾ പറയാതെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ബെഡ് റിഡൻ ആയ പേഷ്യൻസ് ഉണ്ടാവും, അതുപോലെ വൃദ്ധസദനങ്ങളിലുണ്ട്. അങ്ങനെയുള്ളവരുടെ ശരീരം തുടച്ചു കൊടുക്കാൻ വരെ സഹായിക്കുന്ന ഒരു ഇത് കണ്ടു തുടങ്ങി. പലപ്പോഴും ഇങ്ങനെ പേരൻസ് ഒക്കെ കൊണ്ടുപോകാറുണ്ട് കുഞ്ഞുങ്ങളെ, പക്ഷേ ഈ ഹൈജീൻ ഇഷ്യൂ, രോഗം പടരുന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാറൊന്നുമില്ല. ഇത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് അവർക്കൊരു അവര് തന്നെ സ്വയം തോന്നി ചെയ്യുന്നതാണ്. അപ്പൊ അത് ഞങ്ങൾക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പൊ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ അവധിയൊക്കെ കിട്ടുന്ന ദിവസം ഞാൻ ഇങ്ങനെ പോയിട്ട് സിസ്റ്ററിന്റെ അടുത്ത് ചോദിക്കും, ഒന്ന് വിട്ടോട്ടെ ഒരു ദിവസം. ദിവസം അവള് അപ്പൊ അവളോടും പറയും, അവര് പറയുന്ന മാത്രമേ നീ ചെയ്യാവുള്ളൂ, ഇടയ്ക്ക് കയറി അങ്ങനെ പറഞ്ഞൊക്കെ വിടും. അപ്പൊ അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ്. അപ്പൊ അതിന്റെ മുന്നിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഓൾഡ് ഏജ് ഹോമിന്റെ ഒക്കെ മുന്നിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ടാറ്റ കൊടുക്കും, ഇത് ഈ ചേട്ടനാ, പേരൊക്കെ പറഞ്ഞ് ഇത് ഈ ചേട്ടൻ. അവർക്കറിയാം അവിടെ ഉള്ള താമസിക്കുന്ന ആൾക്കാരെ. സാറ് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ അടുത്തിടെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഷോക്കായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഫിലിപ്പൈൻസിലെ ഒരു പള്ളിയിലാണ്. അപ്പോൾ ഞാൻ ഈ പള്ളിയിൽ കൊച്ചനായതുകൊണ്ട് ആൾക്കാർ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു 60 വയസ്സുള്ള 2 പേരാണ്, കെട്ടിയോളും സൈക്കോളജി ഡോക്ടേഴ്സാണ്. അവർ ഗവൺമെൻറ് കൺസൾട്ടൻസ് ആണ്. അപ്പോൾ അവരുടെ കൊച്ചുമക്കളുടെ 2 പേരുടെ ബർത്ത്ഡേ ഒരു വീക്കിൽ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ഒരു മകള് സിംഗപ്പൂരാണ്, അവൾ ജോലി ഒരാഴ്ച ലീവ് എടുത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഞാനങ്ങ് പോകുന്ന വഴി പള്ളിയിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നടന്ന വഴി ഒരു തെരുവുണ്ട്, ഒരു സ്ലം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി നമ്മുടെ പള്ളിയിൽ തന്നെയുള്ള കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ അതുവഴി മൂക്കട്ടൊക്കെ ഒലിപ്പിച്ച് മേത്ത് കറയൊക്കെ പിടിപ്പിച്ച് വഴി നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് ചാറ്റയൊക്കെ കൊടുത്ത് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് വലിയൊരു കൂറ്റൻ വീടാണ്. ശരിക്കും സ്ലമ്മിനും വലിയൊരു പണക്കാർ താമസിക്കുന്ന 2 നടുവിലായിട്ട് ഇവരുടെ വീടിരിക്കുന്നത് ഒരു ഒടുക്കമാണ്. അവിടെ അടുത്തൊരു സ്ട്രീറ്റ് തുടങ്ങുകയാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീടിനകം മുഴുവൻ ഡെക്കറേഷൻ, തകർപ്പൻ ഡെക്കറേഷൻ, നല്ല ലൈറ്റ്, ഈ കുഞ്ഞുങ്ങൾ പിള്ളേരുടെ ഫോട്ടോ ഒക്കെ വലിയ ഫ്ലെക്സ് ഒക്കെ അടിച്ച് വെച്ചേക്കുന്നു. പിന്നെ 2-3 ടേബിളൊക്കെ നിറച്ച് ഫുഡ് എടുത്ത് വെച്ചേക്കുന്നു. കുറേ ഗിഫ്റ്റ് പൊതിഞ്ഞ് വെച്ചേക്കുന്നു. ഞാൻ വെച്ചാൽ ഇപ്പോൾ പോകുമ്പോൾ നമുക്കൊക്കെ ഓരോ പാക്കറ്റൊക്കെ തന്നുകൊണ്ടെന്ന് വിചാരിച്ച് വന്നു പോകുന്ന എല്ലാവർക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു വർത്താനം പറഞ്ഞു തന്നപ്പോഴത്തേക്ക് കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ചപ്പോഴേ കുഞ്ഞുങ്ങൾ 2 കിടന്ന് ചാടാൻ തുടങ്ങി. അപ്പോൾ ഈ ഡോക്ടർ ആൻറ്റി പറയുകയാണ്, അത് അവരുടെ ഫ്രണ്ട്സ് വന്നാന്ന് പറഞ്ഞു. എനിക്കറിയാം ഈ പിള്ളേർ പഠിക്കുന്ന തൊട്ടടുത്തുള്ള ചൈനീസ് സ്കൂളിലാണ്. ചൈനീസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ടോപ്പ് എൻഡ് സ്കൂളുകളാണ്, വലിയ പൈസക്കാർ മാത്രം പഠിക്കുന്ന സ്കൂളാണ്. ഞാൻ വെച്ചാൽ അവിടുത്തെ അപ്പോൾ ചൈനീസ് കുഞ്ഞുങ്ങളെ കാണാൻ നമ്മൾ ഇരിക്കുക. അപ്പോഴാണ് നേരെ ആ തെരുവിൽ കണ്ട അതേ പിള്ളേർ ഈ വീട്ടിൽ കയറി വരുന്നു. ആ സ്ട്രീറ്റിൽ കണ്ട അതേ കുഞ്ഞുങ്ങൾ അതേപോലെ കറയും അഴുക്കും ചെരുപ്പൊന്നും ഇടാതെ മൂക്കട്ടൊക്കെ അതേ പിള്ളേർ കയറി വരുന്നു. പിള്ളേർക്ക് ഭയങ്കര സന്തോഷം അവരെ കണ്ടപ്പോഴത്തേക്ക്. ഇവർ ഭയങ്കര പൈസക്കാർ പിള്ളേരാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. പെട്ടെന്ന് സിംഗപ്പൂരിൽ നിന്ന് അവരുടെ അമ്മ അവരെ വിളിച്ചിട്ടുണ്ട്. ആ ചേച്ചി എൻ്റെ പ്രായമുള്ള പെൺകുട്ടി, അവളെ വിളിച്ചുകൊണ്ട് ഇവരെല്ലാം കൊണ്ട് എൻ്റെ തൊട്ടടുത്ത കസേര എടുത്തത്. എന്നൊക്കെയുമ്പോൾ അലങ്കരിച്ച ഭക്ഷണമൊക്കെ നിരത്തി വെച്ചേക്കുന്ന കസേരയിലേക്ക് ഇവരെ പിടിച്ചിരുത്തി. ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മുടെ കൂടെ ഇരുത്തി, പുറത്തുനിന്ന് ഗസ്റ്റുകാരുടെ കൂടെ ഇരുത്തി ഈ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് ഇവർ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു. ഞാനൊക്കെ വർത്താനം ഇവർ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് അവിടെ നിന്ന് ആ കിറ്റ് മുഴുവൻ പിള്ളേർക്കുള്ളതാണ്. ഈ പിള്ളേർക്ക് എല്ലാവർക്കും 2 കയ്യിലും നിറച്ചത് പിള്ളേർ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ സമ്മാനമായിട്ട് പോകുന്നത്.
അതുപോലെ നിറച്ച് സമ്മാനം, എന്നിട്ട് പിന്നെ സെൽഫി എടുക്കൽ. ഈ പിള്ളേരെ വലിയ കൂട്ടുകാരാണ് ഈ തെരുവിലെ പിള്ളേരെല്ലാം. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുറത്ത് അനാഥാലയത്തിൽ കൊണ്ട് സമ്മാനം കൊടുക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ പാവങ്ങൾക്ക്. പക്ഷെ ഇതുപോലെ വീടിനകത്ത് വിളിച്ചു കയറ്റി അവർ എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ പിള്ളേർക്കൊപ്പം കളിക്കണമെന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ ഭയങ്കര വെട്ടം വേണം. ജോർജേട്ടൻ്റെ ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമയത്തൊക്കെ ഇങ്ങനെ ഒരു അതർ ഓറിയന്റഡ് ഫോർമേഷൻ കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെ വീട്ടിലൊക്കെ? നേരെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോർമേഷനും മറ്റും എൻ്റെ 4 കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തില്ല ബോധപൂർവം. പിന്നെ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് 2 ബെഡ്റൂമും 4 കുഞ്ഞുങ്ങളും ഞാനും ഭാര്യയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊണ്ട് 4 പേരും ഒരു ബെഡ്റൂമിൽ കഴിയേണ്ടി വരുമെന്നുള്ളൊരു ഉറപ്പുള്ള ഒരു കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഗസ്റ്റ് വരും. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കറിയാം അത് അവർ ഹോളിലേക്കോ മറ്റെവിടെയെങ്കിലും സൗകര്യം. അതിനകത്ത് ബ്യൂട്ടി ഞാൻ കണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ക്രമേണ, ആദ്യമേ നമ്മൾ പറയും ഇന്ന് അങ്കിൾ വന്നിട്ടുണ്ട് അല്ലെ ആൻറ്റി വന്നിട്ടുണ്ട്, എന്നാ ചെയ്യും, നമ്മൾ ഏത് ബെഡില്ല. അപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു ബെഡ് പോയിൻ്റ് ഔട്ട് ചെയ്യും, അവരതനുസരിച്ച് അവരത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ പിന്നീട് ഞാൻ കണ്ട ബ്യൂട്ടി എന്നാന്ന് വെച്ചാൽ ഗസ്റ്റ് ഒരിക്കലും അറിയുന്ന പോലുമില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കിയത് ഇവരുടെ മുറി ആയിരുന്നു എന്നൊന്നും. അതവർ അങ്ങ് വെക്കറ്റ് ചെയ്തിരിക്കും. ഇവരാരും കാണാത്ത ഒരു രീതിയിൽ ഗസ്റ്റ് അയ്യോ ഞങ്ങൾ വന്നത് കാരണം കുട്ടികൾ ഹോളിലേക്ക് മാറി കിടക്കേണ്ടി വന്നല്ലോ എന്നൊരു വിഷമം അവർക്കുണ്ടാകാത്ത വിധത്തിൽ വളരെ ആർട്ടായിട്ട്, വളരെ നല്ല കലാപരമായിട്ട് അവരത് കൈകാര്യം ചെയ്യുന്ന ഞാൻ കണ്ടു. ഇതിനകത്തൊരു റിസൾട്ട് ഇപ്പോൾ ഞാൻ ഓർക്കായിരുന്നു. എൻ്റെ 4ാമത്തെ മോള് ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 6 or 8 പേരോ മറ്റോ ഉള്ള റൂമിലേക്കാണ്. വലിയ റൂമാണ്. ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു ആ റൂമിനകത്തെ. കാരണം ഈ 8 പേർ ഒരാൾ ലൈറ്റ് ഇട്ട് കിടക്കും, അത് അവസാനം അത് മൂത്തിട്ട് തന്നെ ഞാൻ കാശ് കൊടുക്കുന്നത് ഞാൻ ലൈറ്റ് ഇട്ടേ ഉറങ്ങുള്ളൂ, ബാക്കി 7 പേര് ലൈറ്റ് ഇട്ട ഉറക്കം പരിയല്ലെന്ത്. ഇങ്ങനെയൊക്കെയുള്ള പരിസ്ഥിതി നിൽക്കുമ്പോൾ എൻ്റെ മോളായിരുന്നു ഇതിനിടയ്ക്ക് ഒരു മധ്യസ്ഥയാകുകയും അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി ഈ 8 എണ്ണവും കൂടി ഒരുമിച്ച് ഒരു മുറിയിൽ തന്നെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ അവൾ വളരെ വളരെ മിടുക്കിയായിട്ട് വരികയും മറ്റു കൂട്ടുകാരുടെ ഇടയിൽ തന്നെ ഇവളെ ഒരു ഇപ്പോൾ തേർഡ് ഇയറൊക്കെ ആയപ്പോൾ തന്നെ അവളൊരു സമാധാന പ്രഭുവായി. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ 2 പേരും ഇവളുടെ സെറ്റിൽമെൻറ്റിന് വിടാം എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ളതിലേക്ക്. ഞങ്ങൾക്ക് ഇതൊന്നും അവൾക്കൊരു ട്രെയിനിങ് കൊടുക്കുവോ അല്ലെ നമ്മൾ അങ്ങനെ ഒരു പരിശീലനം ഇല്ല. പക്ഷേ ഈ ജീവിതത്തിനകത്ത് നിന്ന് മറ്റവരെ എങ്ങനെ കൺസിഡർ ചെയ്യണം, മറ്റൊരാളെ എങ്ങനെ വീടിനുള്ളിലെ ആ ഒരു ആദ്യ സ്കൂളിൽ നിന്ന് പഠിച്ചു സ്കൂളിൽ ആ ഒരു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ഞങ്ങൾക്ക് പിന്നീട് 3 ബെഡ്റൂമും കൂടെ ദൈവം കൂട്ടിച്ചേർത്ത് തന്നു. ദൈവമേ അത് ഞങ്ങൾക്ക് നേരത്തെ തരാതിരുന്നതിനെ ഓർത്ത് സ്തോത്രം. ഇത്രയും പഠിപ്പിക്കാൻ പറ്റിയത് തന്നെയല്ല നമ്മൾ ഓർക്കും. ഇപ്പോൾ എൻ്റെ 4 പെൺകുട്ടികളാണ്. മറ്റൊരു വീട്ടിലേക്ക് ഉറപ്പായിട്ടും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അവിടെ ഈ ഇണങ്ങിച്ചേരുക എന്നുള്ളത്, ഞാൻ എൻ്റെ റൂമിൽ എൻ്റേത് എല്ലാം ദിസ് മൈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താവുമ്പം ബുദ്ധിമുട്ടാവും. അപ്പം ഇതൊക്കെ ഞാൻ പറയാം, നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നു എന്നൊക്കെ പഠിപ്പിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഓർക്കുന്നത്. അല്ല, നമ്മുടെ മക്കളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്ന കാര്യമൊക്കെ പഠിപ്പിച്ചു വിടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ജോജേട്ടൻ ഇങ്ങനെ മൈ പ്രോപ്പർട്ടി പറഞ്ഞാൽ പിള്ളേരെ കണ്ടിട്ടില്ലേ, ഇതെന്റെ സ്പേസിൽ കൈവച്ച് എന്ന് പറഞ്ഞാൽ പിള്ളേർ ടീച്ചേഴ്സിനൊക്കെ പരാതി പറയാം. കാരണം അവർ കൃത്യമായിട്ട് സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇത് എൻ്റെത് അത് നിൻ്റെത്, ഇവിടെ തൊട്ട ഇടി അവിടെ തൊട്ട മാന്തല്. ഈ പള്ളിയിലൊക്കെയാണ് ഇതിനൊക്കെ എനിക്ക് ഭീകരത തോന്നിയേക്കുന്നത്. പള്ളിയിൽ പിള്ളേരൊന്നും അല്ല കേട്ടോ, പിള്ളേരൊന്നും അല്ല, നമ്മൾ വലിയ ആൾക്കാരൊക്കെ കുർബാന സ്വീകരിക്കാനൊക്കെ ഇടി കണ്ടിട്ടുണ്ടോ? ഇടിച്ചു മറിച്ച് തകർത്ത് പോയിട്ടാണ് കർത്താവിനെ സ്വീകരിച്ചിട്ട് വരുന്നത്. കുമ്പസാരിക്കാൻ ദൈവം നമുക്ക് കുമ്പസാരം കൊണ്ട് ഇറങ്ങി വന്ന ആൾക്കാരെ വഴക്ക് പറയാൻ തോന്നും. കാരണം അത് ആൾക്കാർ ഗ്യാപ്പൊക്കെ നോക്കി ചാടി കയറുന്നു, ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ചിലപ്പോൾ 10-25 പേര് ക്യൂ നിൽക്കുമായിരിക്കും. ഒന്നും അറിയാത്ത ഓടി വന്നിട്ട് ഒരാൾ ചാടിക്കറി കുമ്പസാരിച്ചിട്ട് പോകും. ചിലപ്പോൾ ഈ പറ്റിച്ചതും കൂടി കുമ്പസാരിക്കുമായിരിക്കും അകത്ത് കയറി. എന്താണേലും ഞാൻ അത്ഭുതത്തോടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ പള്ളിയിൽ നമ്മൾ ഫ്യൂസ് ഇടുമല്ലോ, നമുക്ക് മുട്ടുകുത്താനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ വന്ന് ഇങ്ങേറ്റത്തിരിക്കും, അടുത്ത ആൾ വന്ന് അങ്ങേറ്റത്തിരിക്കും. അതോടെ പിന്നെ അകത്തേക്ക് കയറത്തില്ലല്ലോ. എന്നാവുന്ന അടുക്കോട്ട് കയറിയിരിക്കാൻ ആരെങ്കിലും ഒന്ന് ചിന്ത കാണിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വൻ പുണ്യങ്ങളൊക്കെ പുറത്തിറക്കി പറയുകയും ചെയ്യും. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഇതുപോലത്തെ കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്താനൊക്കെ കുഞ്ഞുങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാറോ അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്? അങ്ങനെ അത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു സംഗതി, ഞങ്ങൾ ആദ്യം ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പം ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്തായിരുന്നു, പപ്പ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ്. അയൽക്കാരുണ്ട്, തൊട്ടപ്പുറം ഇപ്പുറം എല്ലാ അയൽക്കാരുണ്ട്. അപ്പം അതിൽ പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം പപ്പ ഒരു ഡോക്ടർ ആയിരുന്നുകൊണ്ട് പപ്പ ആ സമയം തന്നെ അയൽക്കാർക്കെല്ലാം ഫ്രീ കൺസൾട്ടേഷൻ. അത് മാത്രമല്ല,
ക്രിസ്മസിന് പപ്പായുടെ വക എല്ലാവർക്കും ഓരോ ക്രിസ്മസ് കേക്ക്, ഒരേ ടൈപ്പ് ക്രിസ്മസ് കേക്ക് എല്ലാ വീടുകളിലും ചുറ്റുപാടുള്ള. അപ്പൊ ഇത് എൻ്റെ കുട്ടികൾ, മൂത്ത 2 കുട്ടികൾക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് അയൽക്കാരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കി തന്നെ പാവപ്പെട്ടവനോടും പണമുള്ളവനോടും എല്ലാം ഒരേപോലെ അവർ പെരുമാറുള്ളൂ. കാരണം അങ്ങനെ ഒരു ഇത് അവർ കണ്ടതുകൊണ്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഓർക്കുക. ഞങ്ങളൊരു സ്വീറ്റ് ഷോപ്പിൽ പോയേ, അപ്പം പേട 2-3 ഐറ്റംസ് വാങ്ങിച്ചു. അപ്പം ഒരു സ്പെഷ്യൽ പേട അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് വേണമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഇത്രയും വാങ്ങിച്ചില്ല, അത് മതി എന്ന് പറഞ്ഞു ഞങ്ങൾ. അപ്പോഴാണ് ആ ചേട്ടൻ, ആ കടയിൽ നിന്ന ചേട്ടൻ കൈ കുഞ്ഞുള്ള കാരണം അവന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു പേട കൊടുത്തു. അപ്പം പിള്ളേർക്ക് വലിയ സന്തോഷമായി, കാരണം അവർ വിചാരിച്ചിരുന്ന പേട തന്നെ ചേട്ടൻ ഗിഫ്റ്റ് കൊടുത്തു. അത് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു പിടിവലിയൊക്കെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പേട താഴെ പോയ സമയത്ത് ആകെ ഒരു ചെറിയൊരു വിഷമമൊക്കെ ആയി അവിടെ. പിന്നെ റോഡാണ്, അത് കാരണം അങ്ങ് മുന്നോട്ട് നടന്നു. അപ്പം മൂത്ത മോള് വിളിച്ചിട്ട് രണ്ടാമത്തോളോട് പറഞ്ഞു, അമ്മു നീ വേഗം പോയിട്ട് പേട എടുത്തിട്ട് വാ, താഴെ പോയി പേട എടുത്തിട്ട്. കാരണം ആ ചേട്ടനെങ്ങാനും പുറത്തിറങ്ങുമ്പം നിലത്ത് കിടക്കുന്ന കണ്ടാല് പുള്ളി തന്ന സാധനം നിലത്ത് നമ്മൾ ഇട്ടല്ലോ, പുള്ളിക്ക് അത് ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് തന്നെ ഒരു കണ്ണു തുറവിയായിരുന്നു. അവൾ അങ്ങനെ, ഞാൻ ഇതുവരെ അങ്ങനെയല്ല, അങ്ങനെ അദ്ദേഹം എന്ത് വിചാരിക്കും, അതാ അവളെ അതാ തിങ്ക് ചെയ്ത്. ഞാനിപ്പോ സാറിങ്ങനെ എക്സ്ക്യൂസ് മീ, സോറി എന്ന വാക്കൊക്കെ പറഞ്ഞപ്പോഴേ ഫ്രാൻസിസ് പാപ്പ പണ്ട് പറഞ്ഞ മനോഹരമായ 3 കാര്യങ്ങളുണ്ടല്ലോ, 3 വാക്കുകളുണ്ടെങ്കിൽ കുടുംബജീവിതം മനോഹരമാവുന്നതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ ഫേമസ് ആയൊരു പ്രസംഗമുണ്ട്. മിക്കവരും കേട്ടുള്ളതായിരിക്കും. പാപ്പ പറഞ്ഞു, നിങ്ങളുടെ കുടുംബജീവിതം സക്സസ് ആണെങ്കിൽ 3 വാക്കുകൾ കാണാൻ പഠിക്കുക. അത് ഇടക്കിടക്ക് മരുന്ന് കഴിക്കുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ വാക്ക് താങ്ക്സ്. ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം താങ്ക്സ്. പ്രതി ഭാര്യയും ഭർത്താവും മക്കള് ദൈവത്തിന് നന്ദി പറയണം, ചുറ്റുപാടൊക്കെ നന്ദി പറയണം. രണ്ടാമത്തെ വാക്ക് സോറിയാണ്. തെറ്റ് പറ്റുമെന്നേ, ഉറപ്പായിട്ട് തെറ്റ് പറ്റും. ഇടക്കിടക്ക് ഒരു സോറി ചോദിച്ചേക്കണം, എളിമപ്പെട്ടേക്കണം. മൂന്നാമത്തെ വാക്ക് എക്സ്ക്യൂസ് മീ ആണ്. ഒരല്പം എളിമപ്പെട്ട് അറിയത്തില്ല ഒന്ന് പറയണം അല്ലെങ്കിൽ ചെയ്യണം. ഈ 3 വാക്ക് മരുന്ന് കഴിക്കുന്നവരെ ദിവസത്തിൽ പല പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര സക്സസ് ആയിട്ട് ജീവിതം പോകുന്ന ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. ജോർജ് ചേട്ടാ, ഈ നമ്മളിങ്ങനെ ഉറപ്പായിട്ട് ജോർജ് ചേട്ടൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മേഖലകളൊക്കെ ഉറപ്പായിട്ടും. അതായത് ഇങ്ങനെ നാച്ചുറലായിട്ട് ഒരു കൊച്ചുണ്ടായി വരുമ്പോഴത്തേക്ക് ഇതൊന്നും പഠിച്ചിട്ടല്ലോ വരുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നേറ്റ് ആയിട്ട് കാണും. കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ മോള് അവിടെ ഇരുന്നുകൊണ്ട് അവർ വന്ന കാറിൽ പുറത്തോട്ട് പോകാനായിട്ട് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട്, ദിസ് ഇസ് മൈ കാർ. 3 വയസ്സേ ഉള്ളൂ. മൈ കാർ. ഞാൻ മലയാളത്തിൽ ചോദിച്ചു, അപ്പോൾ അപ്പായുടെയോ? അവളുടെ അപ്പൻ്റെ. അവളൊന്ന് ആലോചിച്ചു, ദിസ് അവർ കാർ, യു മേ ബി റൈറ്റ് നൗ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ അവൾ പറയുമ്പോൾ ഈ മൈ എന്നുള്ള യൂസേജ് വിട്ടേച്ച് അവർ വരാൻ തുടങ്ങി. ഇനി ഇത് അവൾ എവിടം വരെയൊക്കെ ആപ്ലിക്കബിൾ ആകുമെന്ന് വെച്ചാൽ, അവളുടെ അമ്മ വീടാണല്ലോ എൻ്റെ വീട്, അപ്പൻ്റെ വീടുണ്ട്, അവർ താമസിക്കുന്നത് ബാംഗ്ലൂരോ വേറൊരു സ്ഥലത്താണ്. ഇത് 3ഉം അവൾ പറയുന്നത് കൊട്ടാരക്കരയുള്ള അവർ വീട്, കോട്ടയത്തെ അവർ വീട്, ബാംഗ്ലൂര് അവർ വീട്. അയിൽ നിന്ന് അവരിലേക്ക് മൂവ് ചെയ്തു. അയിൽ നിന്ന് അവരിലേക്ക് നല്ലപോലെ അങ്ങോട്ട് മൂവ് ചെയ്തു അവള്. കുഞ്ഞു കറക്ഷൻ മതി. ഇതിപ്പോ ഒരു വാക്കും സ്പെല്ലിങ്ങും പറഞ്ഞു കൊടുത്തതല്ല, ആശയം തന്നെ മാറി. നിന്റെ എന്ന് പറയുന്നതിനകത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയാണ് നിന്റെ അപ്പൻ ഔട്ടാവും. അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, അപ്പൊ പുള്ളി ഔട്ടാക്കുകയല്ല. അപ്പോഴാണ് അവൾ അതിനകത്ത് നിന്ന് മൊത്തം സംഭവത്തിന്റെ കിടപ്പൊക്കെ മനസ്സിലായി. ഇങ്ങനെയല്ലല്ലോ അത് വരേണ്ടത്, ഇങ്ങനെയാണല്ലോ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ ചിന്താധാരയെ തന്നെ നമ്മൾ തൊട്ട് മാറ്റുന്നുണ്ട്. അതൊരു സ്റ്റഡി ക്ലാസ് എടുത്ത് നാം ഒരിക്കലും എൻ്റെ ഞാൻ എന്നൊക്കെ പറയരുത് എന്നൊന്നും പറഞ്ഞ വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വണ്ടിക്കകത്തുനിന്ന് പുറത്തോട്ട് വേസ്റ്റ് ഇടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഒരു ഈ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാനതങ്ങ് നിർത്തി. എന്നിട്ടാണ് പിള്ളേരുടെ അടുത്ത് അതൊന്നുകൂടെ പറയാൻ തുടങ്ങി. കാരണം നമ്മൾ പിള്ളേരുടെ അടുത്ത് വെറുതെ പറഞ്ഞാൽ ഒരിക്കലും അത് അവരുടെ തലയിലോട്ട്. പിള്ളേർ കൃത്യമായിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് പിള്ളേർ റെഫറൻസോടെ വരും, മമ്മി എടുത്ത് തരുന്നായിരുന്നല്ലോ, എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ഞാൻ അറിയുമ്പോൾ എന്താ പ്രശ്നം പിള്ളേർ കൃത്യമായിട്ട് ചോദിക്കും. അത് കൃത്യമായിട്ട് ചോദിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മധുരമൊഴിയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കുകളും അവസാനം വന്നിരിക്കുന്ന ആ പേരൻസിലാണ്. അവരെന്ത് ചെയ്യുന്നോ അത് നോക്കി പിള്ളേർ പഠിക്കുന്നു. അത് സത്യമാണ്. ഈ ഒരു കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ സാറേ? ആണ്, ഉറപ്പാണ്. കാരണം ഞാൻ ഈ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പം 501
എന്ന് പറഞ്ഞിട്ട് ബില്ല് വരും. അപ്പം സാധാരണ എല്ലാവരും 500 കൊടുക്കും, 1 സാധാരണ കൊടുക്കില്ല. പക്ഷെ ഞാൻ എല്ലായിടത്തും 1 രൂപ. അപ്പം അത് ഞാൻ നിർബന്ധമായിട്ട്, അത് 501 501 മെഡിക്കൽ ഷോപ്പിലാണേലും അങ്ങനെ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കോയമ്പത്തൂർ ഒരു സ്ഥലത്ത് ചെന്നിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി, അപ്പോൾ അവിടെ 1601 വന്നു. അപ്പം ഞാൻ കടക്കാരന് 2000 1 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷം. ഇത് അപൂർവ ജീവിയാണ്, ഇത് ഇയാൾ ഇങ്ങനെ ആരും സാധാരണ ചെയ്യാറില്ല എന്നുള്ള അയാളുടെ ഭാഷയില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾക്കുള്ള പൈസ നിങ്ങൾക്ക്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, ഇത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലേ, ഹീറോ ആണ്, ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ആ 1 രൂപ അവർക്കുള്ളതാണെങ്കിൽ അത് നമ്മുടെ പിള്ളേരും കൊടുത്തിരിക്കും, അത് കൊടുക്കണം. അത് ആ രീതിയിലുള്ളൊരു, അപ്പം നമ്മളെ ശരിക്കും ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അറിയാതെ തന്നെ ഇപ്പം ഞാനൊക്കെ കടയിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ സാധനങ്ങളുടെ ലിസ്റ്റ് നോക്കി ഓരോ കാര്യങ്ങൾ, ചേട്ടാ ഇന്ന സാധനങ്ങൾ ഉണ്ടോ ചോദിച്ച് എന്നിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇപ്പം പിള്ളേർ വലുതായതോട് കൂടിയിട്ട് ഞാൻ പിള്ളേരെ ലിസ്റ്റ് കൊടുക്കും. അപ്പം ഇടയ്ക്ക് ഞാനിങ്ങനെ പുറത്ത് നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യും, എന്താണ് ഇവരെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ എങ്ങനെയാണോ കടക്കാരനോട് പെരുമാറിയിരുന്നത് അതേപോലെ തന്നെയാണ് ഇവര്, അതേ ബോഡി ലാംഗ്വേജിൽ അതേ വിനയത്തോടു കൂടി താങ്ക് യുവും എക്സ്ക്യൂസ് മീ ഒക്കെ പറഞ്ഞ് ഇവർ ചെയ്യുമ്പോഴേ എനിക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. അപ്പം ഒരു ചെറിയ ട്രെയിനിങ് അവർ നമ്മളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ ഒന്ന് ശരിയായാൽ തന്നെ നമ്മുടെ പിള്ളേർ ശരിയായിക്കോളും. എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു കത്തോലിക്കനായി ജീവിക്കുക, ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ മറ്റു മതസ്ഥരെ സംബന്ധിച്ച് അവൻ സഹായകനായിട്ട് ജീവിക്കുന്നു എന്ന് തന്നെ. അതെ അതെ അതെ. ഞാൻ എനിക്ക് തോന്നുന്നു സമയം ഒത്തിരി പോയ സമയമാണെങ്കിൽ ഇത് തന്നെ ആഡ് ചെയ്യാമെന്ന്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തും ഒരുമിച്ച് കേരളത്തിന് വെളിയിലൊരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിലും പുള്ളി ഒരല്പം ഒരു ക്രിസ്ത്യാനി, അവരെന്തിനാ മതപ്രചരണം നടത്തുന്നത്, അവരെന്തിനാ അങ്ങനെയൊക്കെയുള്ള ചില അല്പം കടന്ന ചിന്താഗതിയുള്ള ആളാണ്. ഞങ്ങൾ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ വഴിയെ നടന്നു. ഞങ്ങൾ ജോലി സ്ഥലത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പം അവിടെ ഒരാൾ വഴിയരികി കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഇമ്പ്രഷൻ വെള്ളം അടിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ച് കിടക്കുകയാണ്, ഏതാണ്ട് ആ രീതിയിലാണ് കിടക്കുന്നത്. മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട്. പക്ഷെ പിറ്റേ ദിവസം വന്നപ്പോൾ അയാൾ അതേപോലെ കിടപ്പുണ്ടെന്ന് കണ്ടപ്പം സംതിങ് റോങ്. അപ്പോൾ ഞാൻ ആദ്യമേ അടുത്ത് ചെന്ന് ഇയാളുടെ മൂക്കിന് താഴെയൊക്കെ കൈവച്ച് നോക്കി, ആൾ ജീവനോടെ കിടക്കുന്നോ ഇല്ലയോ. അപ്പം ആൾ ജീവനുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ അയാൾ ഏതാണ്ട് ശവം കിടക്കുന്നത് പോലെ അതേ ആംഗിളിൽ പോലും തലേദിവസം കിടന്നിരുന്ന അതേ ആംഗിളിൽ തന്നെ കിടക്കുന്ന കണ്ടപ്പോൾ ഉണ്ടായതായിരുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞത്, എന്താ ഇയാളെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത്, ഇയാൾ വെള്ളമടിച്ചതല്ല ഉറപ്പ്. പക്ഷേ ഭാഷയുടെ പരിമിതി കാരണം നമുക്ക് അയൽവക്കത്ത് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താനുള്ള ആ സാഹചര്യവും കുറവ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ല അത്തരത്തിലുള്ള ചായവുള്ള അദ്ദേഹം പെട്ടെന്ന് പറയാം, നമ്മുടെ നാട്ടിലെങ്ങനെ ആയിരുന്നെങ്കിൽ വല്ല കന്യാസ്ത്രീ മഠത്തിലോ എവിടെയെങ്കിലും പോയി പറയായിരുന്നു, അവർ നോക്കിക്കൊണ്ട് തന്നെ. അപ്പം അച്ഛനിത് പറഞ്ഞപ്പോഴാണ് ഭാരതത്തിൻ്റെ കോണ്ടസ്റ്റിൽ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി എന്നീ 2 വാക്കുകളൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും പുള്ളിയുടെ ഉള്ളിൽ അറിയാം ഇത് ചെയ്യുന്നവർ ഇവരൊക്കെയാണ്, ഇവരെ ചെയ്യൂ. ഇപ്പോൾ അദ്ദേഹം പറയാണ് ആ നാട്ടിൽ ഇപ്പോൾ എവിടെയാ കോൺവെന്റ് ഉള്ളത്. അപ്പോൾ അന്നേരം ഞാനൊന്നും പറഞ്ഞില്ല, കാരണം എനിക്കൊരു കോൺവെന്റ് പരിചയം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആ ആളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്ത് വിട്ടു. ആ കാര്യമല്ല ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. പിന്നീട് ഒരു സമയത്ത് ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ തലമുറയിൽ ഇതുപോലൊരാൾ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവിടാനൊരു കോൺവെൻറ്റും ഒക്കെ നമുക്കിവിടെയാണെങ്കിൽ പോലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കൊണ്ടുവിട്ടു. വരുന്ന തലമുറയിലും ഇത് വേണ്ടേ? അതിന് ഈ ഒരു വംശനാശം വന്നു പോകാതെ ഇവിടെ നിലനിൽക്കണമല്ലോ. അതിനാണ് ഞങ്ങൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത്. സുവിശേഷ പ്രഘോഷണത്തിന്റെ ബേസിക് ഇതാണ്. ഇങ്ങനെ ഒരു ഇത് സമൂഹത്തിൽ ഇല്ലെങ്കിൽ സമൂഹത്തിൽ അതിൻ്റെതായ കാര്യമായ കുറവുണ്ടാകും. അത് ഒഴിവാക്കുവാൻ ഈ ഒരു വംശം, അല്ല നമ്മൾ സിംഹവാലം കുരങ്ങിനെ സംരക്ഷിക്കാൻ നമ്മൾ വംശനാശം വരാതെ നോക്കുന്നുണ്ട്, കടുവയെയും പുലിയെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു അതിലൊക്കെ അത്യാവശ്യം സംരക്ഷിക്കേണ്ടതാണ് നന്മ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്ന. പുറമേ എന്ത് പറഞ്ഞാലും ആണ് HIV പോസിറ്റീവായിട്ടുള്ളവരെ ശുശ്രൂഷിക്കാൻ ഇന്ത്യയിൽ എന്താ മാർഗമെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പല സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വന്നതിനേക്കാൾ വേഗം പുറകോട്ടും പോയി. കാരണം ഇത് പകർന്നു കഴിഞ്ഞാലേ സംഗതി മാറും. അന്ന് ഡോക്ടർമാരും നഴ്സുമാരും പോലും ഒരു ഡിസ്റ്റൻസിൽ നിന്ന് മാത്രം ചെയ്തിരുന്നു. അന്ന് ബോംബെയിലും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ ആൾക്കൂട്ടങ്ങളെ ശുശ്രൂഷിക്കാൻ കന്യാസ്ത്രീമാരെ രംഗത്ത് വന്നേ. അവർക്കേ പറ്റൂ, കാരണം അവർക്കിത് പകരുകയല്ലേ. പകർന്നേക്കാം. ഫാദർ ഡാമിയൻ മുമ്പിലുണ്ട്, പകരും, കുഷ്ഠരോഗിയാകും, മരിക്കും.
പക്ഷെ അതിനുവേണ്ടി ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് സമൂഹത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശരിക്കും ഒരു ജീവിത വിളിയും ഒരു ജീവിത ശൈലിയും എന്ന് പറയാൻ വേണ്ടി ഞാൻ ജോർജ് ചേട്ടൻ പറഞ്ഞു നിർത്തിയ ആ ഭാഗം തന്നെ കൺക്ലൂഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ്. ഈ മറ്റുള്ളവരെ പരിഗണിക്കുക, അവരോട് കരുണ കാണിക്കുക, അവരുടെ കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളത് ഒരു ക്രൈസ്തവ ജീവിതശൈലിയാണ്. അത് ക്രിസ്തുവിൻ്റെ കാലം മുതൽ എന്ന് സഭ നിൽക്കുന്നോ അന്ന് ലോകാന്ത്യം വരെ. നമ്മുടെ കൂടെ പല എപ്പിസോഡുകളിൽ ഇരുന്ന പ്രിയപ്പെട്ട മാർട്ടിൻ ചേട്ടൻ്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞ് രസകരമായ അനുഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. ഒരു ദിവസം മാർട്ടിൻ ചേട്ടൻ രാവിലെ ചന്തയിലേക്ക് പോകാനായിട്ട് രാവിലെ കാറെടുത്ത് പോയപ്പോൾ വഴിയിൽ ഒരു സ്ഥിരം പോകുന്ന റൂട്ടായതുകൊണ്ട് പരിചയത്തിന് അമ്മച്ചി വഴി കണ്ടു. തിരികെ വന്നപ്പോഴും 2-3 പ്രാവശ്യം വഴിയിൽ പോയപ്പോൾ വീണ്ടും അവരെ തന്നെ കണ്ടു. അപ്പോൾ എന്തോ സംശയം തോന്നി വീട്ടിൽ വന്നിട്ട് തിരിച്ച് ചേച്ചിയും കൂട്ടിക്കൊണ്ട് അമ്മച്ചിനെ തപ്പിപ്പോയി. അവിടുത്തെ അമ്മച്ചിനെ ഒരു കലിങ്കിൽ നിന്ന് കിട്ടി. തൊട്ടടുത്ത് വീട്ടിൽ ചെന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ഇതെൻ്റെ ഫോൺ നമ്പറാണ്, ഇതെൻ്റെ അഡ്രസ്സാണ്, ഞാൻ ഇവരെ കൊണ്ടുപോയി അടുത്ത ഒരു അനാഥാലയത്തിൽ ഒരു അഗതി മന്ദിരത്തിൽ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ തിരിച്ചടക്കുമ്പോൾ ആ നമ്പറൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഹൈന്ദവയായ സ്ത്രീ ചേട്ടൻ തിരിച്ചു ചോദിക്കുകയാണ്, താങ്കൾ ക്രിസ്ത്യാനിയാണല്ലേ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. നമ്മളിത് ചെയ്യാൻ വേണ്ടി തന്നെ വിളിക്കപ്പെട്ടവരും വിധിക്കപ്പെട്ടവരാണ്. ഇത് കഥയുടെ 1-ാം ഭാഗം. 2-ാം ഭാഗമുണ്ട്. ചേട്ടൻ്റെ മകൻ തന്നെ, മനു മൂത്തവൻ. അവൻ ഒരു ദിവസം കൂട്ടുകാരൻ ഒന്നിച്ച് പെട്ടെന്ന് വണ്ടിയിൽ പോകുമ്പോൾ വഴിയിൽ ഒരു കാറ് പഞ്ചറായോ, അത് ബുദ്ധിമുട്ടിൽ അച്ചായ നിൽക്കുന്നു, വെച്ച് പ്രായമുള്ള അച്ചായ നിൽക്കുന്നു. ഒരു കണ്ടാൽ ആട്ടിൻ ലുക്കൊക്കെ ഉള്ള ആളാണ്. ഇവരടുത്ത് എന്ത് സഹായം വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആദ്യം പുള്ളി അധികം അടുത്തൊന്നുമില്ല, ചെറുപ്പക്കാർ പിള്ളേരല്ലേ. അവസാനം ഇവർ നിർബന്ധിച്ച് ചേട്ടൻ പറഞ്ഞു വണ്ടി പഞ്ചറായി. അപ്പം തന്നെ ഇവരെല്ലാം ക്ലിയർ ആക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം ടിപ്പായിട്ട് കൊടുക്കും. അപ്പോൾ ഈ ചേട്ടൻ അന്നേരം ഈ അച്ചായൻ ചോദിക്കുന്നു, എവിടെ ഒന്നിനെ കണ്ടു പരിചയമുണ്ട്, പല പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ പോരാൻ നേരത്ത് കൊച്ചു പറഞ്ഞു, മിക്കവാറും ചേട്ടൻ്റെ പള്ളിയിലായിരിക്കും കണ്ടേക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ മോനെ ഞാൻ ക്രിസ്ത്യാനി അല്ല. അവസാനത്തിലല്ലോ, ഓ അപ്പോൾ നീ ഒരു ക്രിസ്ത്യാനി ആയിരുന്നല്ലേ, ആ ഒരു മൂടലുണ്ട്, ഓ അപ്പോൾ നീ ഒരു ക്രിസ്ത്യാനി ആയിരുന്നല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവർ, ഇത് നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പ്രത്യേക വിളി തമ്പരാന്ന് വിട്ട് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന മനുഷ്യർ നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് ഈ ഒരു വലിയ ചങ്ങല, ഈ ഒരു സേവനത്തിൻ്റെ, ശുശ്രൂഷയുടെ, മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൻ്റെ ഒരു ചങ്ങല മുറിയാതിരിക്കട്ടെ. അതിനുവേണ്ടി മറ്റൊന്നും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിലും മത്തായി സുവിശേഷത്തിൽ പറയുന്ന അന്ത്യവിധിയുടെ അവസാനത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫില്ല് ചെയ്യാൻ വേണ്ടി എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും പഠിപ്പിക്കണം. നമുക്കൊന്ന് ചേർന്ന് ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി, ഇതൊരു കൃപയാണ്, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് കുടുംബം ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട്, മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്, തിരുഹൃദയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈശോയുടെ തിരുഹൃദയമേ, ആ തിരുഹൃദയത്തിൽ ഒഴുകുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സ്വാർത്ഥതകളും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കാൻ, വീട്ടിനുള്ളിലുള്ളവരെ, സഹോദരങ്ങളെ, ബന്ധുജനങ്ങളെ, അയൽപക്കങ്ങളിലുള്ളവരെ, സ്കൂളുകളിലുള്ളവരെ, വഴിയിൽ കണ്ടുമുട്ടുന്നവരെ, ഇവരിലെല്ലാം മദർ തെരേസ പറഞ്ഞതുപോലെ ഈശോയെ മുഖം ഒരു നിമിഷത്തേക്കെങ്കിലും കാണാൻ, പ്രത്യേകിച്ച് ഓരോരോ ആഗ്രഹങ്ങളിൽ നിൽക്കുന്നവരെ, ഓരോ നീടുകൾ നിൽക്കുന്നവരിൽ ഈശോയുടെ തിരുമുഖം ഒന്ന് കാണാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ഞങ്ങളും ഈ കുഞ്ഞു പ്രവൃത്തികളിലൂടെ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പം മുതൽ തന്നെ സ്വർഗീയ നിക്ഷേപം, സ്വർഗത്തിലെ വലിയ ബാങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു പുണ്യങ്ങൾ ചെയ്ത് നിക്ഷേപങ്ങൾ കൂട്ടിവെക്കട്ടെ. അങ്ങനെ അവർ വിശുദ്ധമായ ഒരു തലമുറയായി മാറട്ടെ, വിശുദ്ധമായ ഒരു പാരമ്പര്യത്തിൻ്റെ വലിയ ചങ്ങലയുടെ ഭാഗമായി മാറട്ടെ. ഞങ്ങളുടെ എല്ലാ സ്വാർത്ഥതകളും, എല്ലാ തന്നിഷ്ടങ്ങളും എല്ലാം ഈ നിമിഷം തമ്പുരാനെ നിന്റെ തിരുക്കുരിശിന് മുമ്പിൽ ചേർത്ത് വെക്കുന്ന ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. ഈ ഒരു രാത്രിയിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ സ്വർഗത്തിൻ്റെ ശക്തി അയച്ച് ഞങ്ങളിൽ സ്നേഹവും കരുണയും പരിഗണനയും വളർത്തി തരണമേ. ഒന്നേ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.